ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയായ കടലക്കറിയായല്ലോ. അതിനുവേണ്ടി പകുതി ഉള്ളി, 2 തക്കാളി, കുറച്ച് കറിവേപ്പില, മല്ലിയില, 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചിയാണ്. പിന്നെ എടുത്തതെന്ന് വെച്ചാൽ 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത് തലേന്നേ കുതിർത്തി കഴുകി വെച്ച് കടലയാണ്. നമുക്ക് കടലയും മസാലകളൊക്കെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എല്ലാ മസാലകളും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മസാലപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 2 സ്പൂണ് മല്ലിപ്പൊടിയാണ്, 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്, 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡറും, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് 10 വിസിലാകുന്ന വരെ നമുക്ക് വെക്കാം. ഓരോ കുക്കറിൻ്റെ അളവനുസരിച്ചാണ്. എൻ്റെ കുക്കറിൽ 10 വിസിലായാൽ കടല നല്ലോണം വെന്ത് കിട്ടലുണ്ട്. കടലൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കോൺഫ്ലവർ പൊടി കലക്കിയതാണ്. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കറി കുറച്ച് തിളച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ഇട്ട് കാച്ചി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അടിപൊളി ടേസ്റ്റിയായ കടലക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.